So good morning. So moving to the appendix 7, homemade insecticidal preparations. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, സിമ്പിൾ ആണ്. പക്ഷെ വളരെ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് പെട്ടെന്ന് നോക്കി വിടാമേ. സ്റ്റാർട്ടിങ് വിത്ത് കെറോസിൻ എമൽഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. കെറോസിൻ മണ്ണെണ്ണയും ബാർ സോപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസെക്ടിസൈഡൽ ഫോർമുലേഷൻ ആണ്. സോ ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ POP കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്താ നമ്മൾ ചെയ്യാം? സോ 50 gram ബാർ സോപ്സിന് നമ്മൾ ചെറിയ ചെറിയ ഫ്ലേക്സ് ആക്കി എടുത്തിട്ട് ഒരു 450 ml ഓഫ് ബോയിലിംഗ് വാട്ടറിൽ നമ്മൾ എന്താ അതിനെ ഇമേഴ്സ് ചെയ്തിട്ട് അതിനെ ബോയിൽ ചെയ്യുന്നു. ദെൻ മേക്ക് ഇറ്റ് കൂൾ. ദെൻ എന്താ ചെയ്യാ, കൂളായതിനു ശേഷം നമ്മൾ അതിലേക്ക് 900 ml കെറോസിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. പിന്നെ കെറോസിൻ ആണ് നമുക്കറിയാം ഡെൻസിറ്റി വ്യത്യാസം ഉണ്ട് നമ്മുടെ വാട്ടറുമായിട്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രോപ്പർലി അജിറ്റേറ്റ് ചെയ്തിട്ട് ഫുള്ളി ഇമൽസിഫൈഡ് ആയിരുന്നു ഉറപ്പുവരുത്തുക. സോ ഇങ്ങനെ കിട്ടുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ദിസ് ഇസ് എന്താണ് സ്റ്റോക്ക് സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റോക്ക് SH ആയിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അല്ല, നമ്മൾ എപ്പോഴും ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻസ് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ സ്റ്റോക്ക് സൊല്യൂഷന് നമ്മൾ എഗെയിൻ 50 to 20 ലിറ്റർ ഓഫ് വാട്ടറിലോട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത ആ സൊല്യൂഷൻ ആണ് നമ്മൾ സ്പ്രേയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ ഹോം മെയ്ഡ് പ്രിപ്പറേഷൻസും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ നമുക്ക് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഇൻസെക്ട്സുകൾ അല്ലെങ്കിൽ സക്കിംഗ് ടെസ്റ്റുകൾക്കൊക്കെ മാത്രമാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വെച്ചാൽ തന്നെ റാൻഡംലി ചൂസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഹോം മെയ്ഡ് പ്രിപ്പറേഷൻസ് ആർ മോസ്റ്റ്ലി എഫക്റ്റീവ് അഗെയിൻസ്റ്റ് സക്കിംഗ് ടെസ്റ്റ്. സക്കിംഗ് ടെസ്റ്റ് ആയിരിക്കാം അല്ലെ, ആയിരിക്കാം എഫിഡ്, വൈറ്റ് ഫ്ലൈ, ത്രിപ്സ് അല്ലെ, ഹോപ്പേഴ്സ്, കുറെ ആൾക്കാരുണ്ട് സക്കിംഗ് ടെസ്റ്റുകളായിട്ട് വരുന്നത്, സക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് കെറോസിൻ എമൽഷൻ. പിന്നെ ടുബാക്കോ ഡിക്കോക്ഷൻ, പുകയില കഷായം. നമ്മൾ അഗ്രികൾച്ചർ പഠിക്കുന്നതിന് മുന്നേ തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് ഒരു പുകയില കഷായം വെച്ചിട്ട് നമ്മൾ എന്താ വീട്ടുവളപ്പിലൊക്കെ അടുക്കളത്തോട്ടങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും, പലരും കണ്ടിട്ടുണ്ടാവും. സോ അപ്പൊ അതിൽ എന്തൊക്കെയാ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്? നമ്മുടെ ടുബാക്കോയുടെ വേസ്റ്റ്, അതായത് പുകയില, ഉണങ്ങിയ പുകയില വരുന്ന കണ്ടിട്ടില്ലേ? സോ അത്, പിന്നെ എന്താ ബാർ സോപ്പും വെള്ളവും തന്നെ മതിയാവും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ഈ ടുബാക്കോ വേസ്റ്റ് ഒരു 100 gram എടുത്തിട്ട് 900 ml ഓഫ് വാട്ടറിൽ ഒരു ഫുൾ ഡേ നമ്മൾ അതിനെ സോക്ക് ചെയ്ത് വെക്കും, അതിന്റെ എന്താ എക്സ്ട്രാക്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ലേറ്റർ നമ്മൾ ആ എക്സ്ട്രാക്ടിനെ പ്രോപ്പർലി ഒരു മെസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു നല്ല ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. സോ നമുക്ക് ഫിൽട്ടർ മതി. ഓക്കെ, എന്നിട്ട് ഈ ഫിൽട്ടറിലേക്കാണ് നമ്മൾ ബാർ സോപ്പിനെ ഫ്ലേക്സ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോറി നമ്മള് ബാർ സോപ്പിനെ സെപ്പറേറ്റ്ലി ഒരു 100 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് ടുബാക്കോ ഡിക്കോക്ഷനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്, ഒന്നും കൂടി ശ്രദ്ധിക്കാം. നമ്മള് ബാർ സോപ്പിനെ സെപ്പറേറ്റ്ലി 100 ml വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ടൊബാക്കോ ഡിക്കോക്ഷനിലോട്ട് ഇത് ആഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അജിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന് വീണ്ടും നമ്മൾ ഒരു 6 ലിറ്റർ ഓഫ് വാട്ടറിലോട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ പുകയില കഷായവും അഗെയിൻ ഇറ്റ് ഇസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് എന്താ സക്കിംഗ് പെസ്റ്റ് തന്നെയാണ്, എഫിഡ്സും അതുപോലത്തെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി വെജിറ്റബിൾ ക്രോപ്പിലാണ് നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്ത് വരുന്നത് ടുബാക്കോ ഡിക്കോക്ഷൻ. ഓക്കെ, അടുത്ത പിന്നെ നമ്മുടെ POP കൊടുത്തിട്ടുള്ളതാണ് നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട്, NSKE 3%. യൂഷ്വലി നമ്മൾ 3% ആണ് റെക്കമെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ. നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നീമിന് ഒരുപാട് ഫംഗിസൈഡൽ, ഇൻസെക്ടിസൈഡൽ അല്ലെ ഒക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് നീമിന്റെ ലീഫും പല പല പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് കൂടുതൽ കാണിക്കുന്നത് കേർണൽ എക്സ്ട്രാക്റ്റുകൾക്കും ഉണ്ട്. സോ അപ്പൊ നമ്മൾ നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. 30 gram ഓഫ് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത നീം സീഡ് കേർണൽ എടുക്കുക. ഓക്കെ, സോ 30 gram ഓഫ് നീം സീഡ് കേർണൽ പൗഡർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഒരു ചെറിയ മെസ്ലിൻ ക്ലോത്തിൽ അതിനെ കെട്ടിയിട്ട് 1 ലിറ്റർ ഓഫ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിടുക. സോ ബേസിക്കലി എന്താ അതിന്റെ എക്സ്ട്രാക്ട് കിട്ടുക എന്നുള്ള ഒരു പർപ്പസ്. ഒരു ഓവർ നൈറ്റ് നമുക്ക് അതിനെ സോക്ക് ചെയ്തിടാം ഒരു 1 ലിറ്റർ ഓഫ് വാട്ടറിൽ. പിന്നെന്താ നന്നായിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി അതിനെ സ്ക്വീസ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് ഉള്ള വാട്ടർ അതിൽ നിന്ന് കിട്ടുന്നവരെ നമ്മൾ അതിനെ സ്ക്വീസ് ചെയ്തുകൊണ്ടിരിക്കുക. സിംപ്ലി 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ 30 gram ഒരു ക്ലോത്തിൽ കെട്ടിയിടുന്നു, നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്തോണ്ടേയിരിക്കും. Okay, so that is 3% neem seed kernel extract, NSKE. Okay, അപ്പോ അതും അഗെയിൻ സക്കിംഗ് ടെസ്റ്റ്, സോഫ്റ്റ് ബോഡീഡ് ഇൻസെക്ട്സ് ഒക്കെ ആയിട്ടുള്ള ഹോപ്പേഴ്സ്, വൈറ്റ് ഫ്ലൈ, മീലി ബഗ്, ദെൻ മൈറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ
നമ്മുടെ POP ഉള്ളതാണ്. നീം ഓയിൽ ഗാർലിക് എമിഷൻ 2%. ഇതൊക്കെ നിങ്ങൾ പലരും ചിലപ്പോൾ നമ്മുടെ റാവിയിലൊക്കെ മെത്തേഡ് ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ടൊക്കെ പലരും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം നീം ഓയിൽ എഗെയിൻ ഞാൻ പറഞ്ഞു നീമിന് നല്ല ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് അല്ലെ. സോ നീം ഓയിൽ എഗെയിൻ ബാർ സോപ്പ്, ദെൻ ഗാർലിക്. ഗാർലിക്കിനും ഇൻസെക്ടിസൈഡൽ അതുപോലെ തന്നെ ഫംഗിസൈഡൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഗാർലിക് എന്ന് പറയുന്നത്. സോ 2% ഈ എമിഷൻ എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാല് നമ്മൾ എന്താ 500 ml ഹോട്ട് വാട്ടർ സെപ്പറേറ്റ്ലി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ 50 gram ഫ്ലേക്സ് ആയിട്ട് ബാർ സോപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താ ഇതിനെ ഈ സോപ്പ് സൊല്യൂഷനെ നമ്മൾ 200 ml ഓഫ് നീം ഓയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യുക. സോപ്പും നീം ഓയിലൊക്കെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ വിഗ്രസ് ആയിട്ട് നമ്മൾ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നിട്ട് 200 gram ഗാർലിക് എടുക്കുക. സെപ്പറേറ്റ് ഒരു 300 ml ഓഫ് വാട്ടറിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച ഗാർലിക് 300 ml ഓഫ് വാട്ടറിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതും പ്രോപ്പർലി മിക്സ് ചെയ്തിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമുക്ക് എക്സ്ട്രാക്ട് മതി. സോ അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഗാർലിക് എക്സ്ട്രാക്റ്റിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോപ്പ് നീം ഓയിൽ എമിഷൻ ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതെല്ലാം കൂടി പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സൊല്യൂഷൻ. ഈ സ്റ്റോക്ക് സൊല്യൂഷനിലോട്ട് വീണ്ടും ഒരു 9 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യുക. സോ ടോട്ടലി നമുക്ക് 10 ലിറ്റർ സ്പ്രേ സൊല്യൂഷൻ കിട്ടി. കോൺസെൻട്രേഷൻ എത്ര? ഇറ്റ് ഇസ് 2%. അപ്പം നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് 2% ഓഫ് നീം ഓയിൽ ഗാർലിക് എമിഷനും പിന്നെ നീം സീഡ് കർണൽ എക്സ്ട്രാക്ട് എത്രയായിരുന്നു? ദാറ്റ് ഇസ് 3% അല്ലെ. അപ്പോൾ ഇവിടെ 10 ലിറ്റർ ഓഫ് 2% നീം ഓയിൽ ഗാർലിക് എമിഷൻ ആണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തത്. ദിസ് ഈസ് ഓൾസോ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് നമ്മുടെ സോഫ്റ്റ് ബോഡിഡ് ഇൻസെക്ട്സും സക്കിംഗ് പെസ്റ്റും ഒക്കെ തന്നെയാണ്. ഓക്കെ, അതുപോലെ ബീറ്റിലിന്റെ ഗ്രബ്സിനും ഒക്കെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നു. കാറ്റർപില്ലേഴ്സ് അവരും കുറച്ച് സോഫ്റ്റ് ബോഡിഡ് ആണല്ലേ ഇനിഷ്യൽ സ്റ്റേജസിൽ. സോ അപ്പോഴും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇത് 4 നമ്മുടെ എന്താ POP മെയിൻലി കൊടുത്തിട്ടുള്ളത്. POP പിന്നെ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് രക്ഷ. ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ KU ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോ ജനറലി ഇങ്ങനെ ഹോം മെയ്ഡ് ഇൻസെക്ടിസൈഡ് പ്രിപ്പറേഷൻസ് ചോദിക്കുന്നതിന് പകരം ചിലപ്പം രക്ഷ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് KUവിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അപ്പൊ രക്ഷ എന്താ? രക്ഷ ഇസ് ബേസിക്കലി നീം ഓയിൽ ഗാർലിക് എമിഷൻ തന്നെയാണ്. പക്ഷെ അതിനൊരു സോപ്പിന്റെ രീതിയിലേക്ക് ഫോർമുലേറ്റ് ചെയ്തിട്ട് റെഡി ടു യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഗാർലിക്കും നീം ഓയിലും സോപ്പും ഒക്കെ പ്രത്യേകം ഇരുന്ന് ഉണ്ടാക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു രക്ഷ മേടിക്കുക, രക്ഷന്റെ ഒരു സോപ്പ് മേടിക്കുക, നമുക്ക് റെഡി ടു യൂസ് ആയിട്ട് കലക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന്റെ റെക്കമെൻഡേഷൻ ഡോസേജ് എത്രയാ പറയുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക. 10 gram per liter ഓഫ് വാട്ടർ ആണ്. അതായത് രക്ഷന്റെ സോപ്പ് മേടിക്കുക, അതിനെ ഫ്ലേക്സ് ആക്കി ഒരു 10 gram എടുത്തിട്ട് 1 liter ഓഫ് വാട്ടറിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക. റെഡി ടു യൂസ് നീം ഓയിൽ ഗാർലിക് സോപ്പ് വിച്ച് ഇസ് ഡെവലപ്ഡ് ഫ്രം KU is named as രക്ഷ. അപ്പോ രക്ഷയും നമ്മൾ എപ്പോഴും പ്രൊഫൈലൈറ്റിക് ആയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇൻസെക്ടിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പ്രൊഫൈലൈറ്റിക് ആയിട്ട് നമുക്ക് 15 days ഓഫ് ഇന്റർവെല്ലിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങൾ വെജിറ്റബിൾ ക്രോപ്സിനൊക്കെ സേഫ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനമാണ് രക്ഷ. ഓക്കെ, ഇനിയിപ്പോ പെസ്റ്റിസൈഡ് ഇൻഫെക്ഷൻ കണ്ടെന്ന് വിചാരിച്ചോളൂ. അതായാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഒരു 7 days ഇന്റർവെല്ലിൽ രക്ഷ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എഗെയിൻ നമ്മുടെ നീം ഓയിൽ ഗാർലിക് എമിഷൻ ആരൊക്കെയാ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സക്കിംഗ് പെസ്റ്റ് ഒക്കെ തന്നെയാണ്. സോ ദിസ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ്. അപ്പൊ കാറ്റർപില്ലേഴ്സ്, ബീറ്റിൽസിന്റെ ഗ്രബ്സ്, ദെൻ സക്കിംഗ് പെസ്റ്റ്, സോഫ്റ്റ് ബോഡിഡ് ഇൻസെക്ട്സ് എല്ലാവർക്കും നമുക്ക് രക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പൊ രക്ഷേനെ പറ്റി ഒന്ന് മൈൻഡിൽ വെക്കാം. അപ്പോ ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. സോ വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ 3% NSKE? 3% NSKE നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് ആണ്. എന്താണ് ആൻസർ? നിങ്ങൾ ആൻസർ ചെയ്യുവാണോ? നിങ്ങൾ മൈക്ക് ആരെങ്കിലും ഓൺ ആക്കിയിട്ട് സംസാരിച്ചാലും. യെസ്, നമ്മളിപ്പോ കണ്ടതാണ് അല്ലേ, 30 gram ഓഫ് നീം സീഡ് കേർണൽ ഇൻ 1 liter ഓഫ് വാട്ടർ. അപ്പം ഉണ്ടാക്കുന്ന രീതിയോ മെത്തേഡോ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എത്ര എടുത്താലാണ് 3% 1 literയിലെത്തേക്ക് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാം അല്ലേ. സോ ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ pick out the product name of ready-to-use neem oil garlic emulsion soap for insect pest management of crops developed by KU. നമ്മളിപ്പോ പറഞ്ഞത് ആരാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു? രക്ഷ. രക്ഷയല്ലേ? അപ്പൊ ഈ ബാക്കിയുള്ളവര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
നന്മ, മേന്മ, ശ്രേയ, എനിബഡി? ടപ്പിയോക്കയുടെ ലീഫിൽ നിന്ന്. ടപ്പിയോക്കയുടെ ലീഫിൽ നിന്ന്. ആരാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്? ഹു ഈസ് ഹാവിംഗ് ദിസ് ടെക്നോളജി? അറിയോ? കസാവ എന്ന് പറയുമ്പം ആരായിരിക്കും? ഒന്ന് ചിന്തിച്ചേ. CTCR. യെസ്, നമ്മുടെ ട്യൂബർ ക്രോപ്സിൽ ഇന്റൻസീവ് ആയിട്ട് റിസർച്ച് നടക്കുന്ന നമ്മുടെ ശ്രീകാര്യത്തുള്ള CTCR നിന്ന് ഡെവലപ്പ് ചെയ്ത 3 ബയോ പെസ്റ്റിസൈഡ് ഫോർമുലേഷൻസ് ആണ് ഫ്രം കസാവ ലീവ്സ്. കസാവ ലീവ്സും അതിന്റെ ടെൻഡർ സ്റ്റെമ്മും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്തതാണ് ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. നന്മ, ശ്രേയ ആൻഡ് മേന്മ. ഓക്കെ, നമ്മുടെ ആൻസർ രക്ഷയാണ്. സോ നന്മ, മേന്മ, ശ്രേയ ഇതൊക്കെയാണ് കേട്ടോ. കണ്ടോ? അപ്പോ ഒന്ന് നോട്ട് ചെയ്തോളാം. എങ്ങാനും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അറിയണത് എന്താന്ന്. ഓക്കെ, അപ്പൊ നന്മ എന്ന് പറഞ്ഞാല് സ്പെസിഫിക്കലി റെക്കമെൻഡിങ് ഫോർ ദ സക്കിംഗ് ടെസ്റ്റ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സക്കിംഗ് ടെസ്റ്റിനൊക്കെ നമ്മൾ നന്മ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേന്മ ഈസ് ജനറലി ഫോർ ദ ബോറർ പെസ്റ്റ്. നമ്മുടെ ബനാന, കൊക്കനട്ട്, അതിന്റെയൊക്കെ ബോറർ പെസ്റ്റുകളില്ലേ, സോ അവർക്കൊക്കെ അതിന്റെ ബോറർ പെസ്റ്റിന്റെ ഒക്കെ ഗ്രബ്സിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് കുറച്ചും കൂടി അഡൽട്ട് ആകുമ്പോഴത്തേക്കും ബയോ പെസ്റ്റിസൈഡ്സ് എത്രത്തോളം എഫക്റ്റീവ് നിങ്ങൾ ചിന്തിച്ചാൽ മതിയില്ലേ. ബോറേഴ്സിന്റെ ബോഡി കുറച്ചും കൂടി ഹാർഡാണ് അല്ലെ, ബീറ്റിൽസ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി യങ്ങർ സ്റ്റേജസിലായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. സോ മേന്മ ഇസ് ജനറലി ഫോർ ബോറർ പെസ്റ്റ്. ഓക്കെ, ദെൻ ശ്രേയ. ശ്രേയ ജനറലി വി ആർ റെക്കമെൻഡിങ് എഗെയിൻസ്റ്റ് മീലി ബഗ്. നന്മയിൽ നമുക്ക് നന്മയെ യൂസ് ചെയ്യാം കേട്ടോ, ജനറലി സക്കിംഗ് ടെസ്റ്റിന് യൂസ് ചെയ്യാം. പക്ഷെ ശ്രേയ സ്പെസിഫിക്കലി ഫോർ മീലി ബഗ്. ഓക്കെ, മീലി ബഗിൽ ഇവർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലേ, ആ മീലി സബ്സ്റ്റൻസ് ഇല്ലേ, ഈ മീലി ബഗിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് മീലി സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ ഡിസോൾവ് ചെയ്യാ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അതിനെ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ആ ബഗിനെ ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാ ചെയ്യുന്നത്. സോ അവരുടെ സർവൈവലിനെ എഫക്ട് ചെയ്യും അല്ലെ. സോ പ്രിഡേറ്റേഴ്സോ പാരസിറ്റോയിഡ്സ് ഒക്കെ കൂടുതൽ ഇൻഫെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു കൺട്രോൾ ആണ് ശ്രേയ കൊടുക്കുന്നത്. ശ്രേയ സ്പെസിഫിക്കലി ഫോർ മീലി ബഗ്. അപ്പോ രക്ഷന്റെ കൂടെ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാം. സോ നന്മ, ശ്രേയ, മേന്മ ഫ്രം CTCRA, the biopesticides developed from the cassava leaves. Okay, അപ്പോ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, നിങ്ങൾ വായിക്കുക. ഓക്കെ, അടുത്തത് സോ പ്രിപ്പറേഷൻ ഓഫ് സം കോമൺ ഫംഗിസൈഡ്സ്. നമ്മളപ്പോ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ് ഇപ്പൊ കണ്ടത്. ഇനി ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് ഫീൽഡ് ലെവലില് പുറത്തുനിന്ന് മേടിക്കാതെ നമുക്ക് തന്നെ സാധനം കൊണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമൺ ഫംഗിസൈഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ POP നിങ്ങൾ വായിച്ചെന്ന് ഞാൻ കരുതുന്നു. POPയിൽ എന്തൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഐ തിങ്ക് ഇറ്റ് ഇസ് ബോഡോ മിക്സ്ചർ, ബോഡോ പേസ്റ്റ്, ദെൻ ചെഷൻ കോമ്പൗണ്ട്, റൈറ്റ്? അത്രേ ഉള്ളൂ. പക്ഷെ ബേസിക്കലി ഇതല്ലാതെ 1-2 കൂടി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകത എന്താ? ബോഡോ പേസ്റ്റ്, ദെൻ ചെഷൻ, ഇവരൊക്കെ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡ്സ് ആണ്. അപ്പൊ മെജോറിറ്റി പ്രിപ്പറേറ്ററി ഫംഗിസൈഡ്സ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കോപ്പർ ഫംഗിസൈഡ്സ് ആണ് ജനറലി. ഓക്കെ, അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ജനറൽ ആയിട്ട് ഒരു കോപ്പർ ഫംഗിസൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയാം. കൂടുതലായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല, അതൊക്കെ നമ്മൾ വേറെ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ കോപ്പർ ഫംഗിസൈഡ്സിനെ ബേസിക്കലി നമ്മൾ കോപ്പർ സൾഫേറ്റിന്റെ പ്രിപ്പറേഷൻസ്, കോപ്പർ കാർബണേറ്റിന്റെ പ്രിപ്പറേഷൻസ്, പിന്നെ കോപ്പർ ഓക്സി ക്ലോറൈഡിന്റെ പ്രിപ്പറേഷൻസ്, കുപ്രസ് ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻസ്, ഇങ്ങനെ ഒരു 4 വാസ്റ്റ് കൈൻഡ് ഓഫ് കാറ്റഗറിയിലാണ് നമ്മൾ കോപ്പർ ഫംഗിസൈഡ്സിനെ ജനറലി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റും കോപ്പർ കാർബണേറ്റും നമുക്ക് ഫീൽഡ് ലെവലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ കോപ്പർ ഓക്സി ക്ലോറൈഡും കുപ്രസ് ഓക്സൈഡും ഒക്കെ നമ്മുടെ സാധാരണ അതർ ഗ്രൂപ്പ് ഓഫ് ഫംഗിസൈഡ്സ് പോലെ നമുക്ക് കൊമേഴ്ഷ്യലി അതായത് കമ്പനീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫോർമുലേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ജനറലി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റിന്റെയും കോപ്പർ കാർബണേറ്റിന്റെയും പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിൽ ആരൊക്കെയാ വരുന്നത്? ഞാൻ പറഞ്ഞു ബോഡോ പേസ്റ്റ് ഉണ്ട്, ബോഡോ മിക്സ്ചർ ഉണ്ട്, ദെൻ ബർഗണ്ടി മിക്സ്ചർ ഉണ്ട്, ചെഷൻ കോമ്പൗണ്ട് ഉണ്ട്, ചൗബാട്ടിയ പേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതില് ബോഡോ മിക്സ്ചറും ബോഡോ പേസ്റ്റും ചെഷനും മാത്രമേ നമ്മുടെ POPയിലുള്ളൂ. അപ്പോ അത് നിങ്ങൾക്ക് വായിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ അതിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ ബർഗണ്ടിയും ചൗബാട്ടിയും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം കേട്ടോ. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ബോഡോ മിക്സ്ചർ. സോ ബോഡോ മിക്സ്ചർ എന്താ? ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ് പ്രിപ്പറേഷൻസ് അല്ലെ. അപ്പൊ കോപ്പർ സൾഫേറ്റ് പ്രിപ്പറേഷനിലെ മോസ്റ്റ് പോപ്പുലർ ആൻഡ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച ഒരു ഫംഗിസൈഡ് ആണ് ബോഡോ
മിക്സ്ചർ. നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾ ഇപ്പോ എന്താണ് നമ്മുടെ BSc ഡിസീസസ് ഓഫ് ക്രോപ്സ് ആൻഡ് മാനേജ്മെന്റ് 2 നമ്മുടെ ജനറലി പ്ലാന്റേഷൻ ക്രോപ്സിൽ നമ്മൾ വളരെ വാസ്റ്റ് ആയിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ബോഡോ മിക്സ്ചർ 1%, ബോഡോ മിക്സ്ചർ 1%, അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇറ്റ് ഈസ് ഹാവിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് മെജോറിറ്റി ഓഫ് ദ ക്രോപ്സ്. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെയാണ്, അങ്ങനെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കുറച്ച് എക്സെപ്ഷൻസും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ അറിഞ്ഞു പോവാ. ഇതില് POP-യിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റുകളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഡൗൺ. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബോഡോ മിക്സ്ചറിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബേസിക്കലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PSCയുടെ ഇതുവരെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഒരു PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ വരെ എല്ലാ PSCയുടെ ക്വസ്റ്റ്യനിലും ബോഡോ മിക്സ്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എയ്തർ ബോഡോ മിക്സ്ചർ ആൻസർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഹു ഇൻവെന്റഡ് ബോഡോ മിക്സ്ചർ, PM Miladit. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റീവിന്റെ കാലം കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ ഐഡിയ ഉണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് ബോഡോ മിക്സ്ചർ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാര്യം ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ ബോഡോ മിക്സ്ചറിന്റെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മേ ബി വിൽ ഗെറ്റ് എ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അത് എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി. സോ അതുകൊണ്ടാണ് POP-ന്നും കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ബോഡോ മിക്സ്ചർ. ബോഡോ മിക്സ്ചർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പ്ലാന്റ് പത്തോളജി ഹിസ്റ്ററി പഠിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോഡോ മിക്സ്ചർ ഇൻവെൻഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഹു ഇൻവെന്റഡ് ബോഡോ മിക്സ്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് PM Miladit. സോ അത് ഓർമ്മിച്ച് വെക്കാം. PM Miladit in 1882. പിന്നെ ഈ പേര് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഇസ് ദ നെയിം ഓഫ് എ പ്ലേസ് ഇൻ ഫ്രാൻസ്. സോ ഫ്രാൻസിലെ ബോഡോ റീജിയനിലായിട്ടാണ് ആദ്യമായിട്ട് ഈ ഫംഗിസൈഡിന്റെ ഇൻവെൻഷൻ ഉണ്ടായത്. സോ അതുകൊണ്ടാണ് ബോഡോ എന്നുള്ള പേര് വന്നത്. എങ്ങനെ എഴുതുന്നേ? ഇറ്റ് ഇസ് ബോഡാക്സ് അല്ലെ, ബോഡാക്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ബട്ട് ജനറലി ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ് ആസ് ബോഡോ എന്നാണ് യൂഷ്വലി നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഡിസ്കവർഡ് ബൈ PM Miladit in 1882 at Bordeaux in France. ആൻഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഫംഗിസൈഡ് ആണ്. ഫസ്റ്റ് ഇൻവെന്റഡ് അല്ല കേട്ടോ. ഫസ്റ്റ് ആയിട്ടുള്ള ഫംഗിസൈഡൽ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെത്തിയത് സൾഫറിലാണ്. ഓക്കെ. നമ്മുടെ ഫംഗിസൈഡൽ കെമിക്കൽസിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഫസ്റ്റിലെ ഒരു ഫംഗിസൈഡൽ പ്രോപ്പർട്ടി ഇൻവെൻഷൻ വന്നത് സൾഫറിലാണ്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഒരു ഫംഗിസൈഡ് എന്നുള്ള ഒരു രീതിയിലേക്ക്, പ്രിപ്പറേറ്ററി ഒരു ഫോർമുലേഷൻ രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഫംഗിസൈഡ് ആണ് ബോഡോ മിക്സ്ചർ. ഓക്കെ. സോ എന്താണ് ഇതിന്റെ ഒരു ഇൻവെൻഷൻ സ്റ്റോറി? ചിലപ്പോൾ നിങ്ങൾ പത്തോളജി പഠിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. PM Miladit പർപ്പസ്ഫുള്ളി വേണം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കോമ്പിനേഷനോ ഒരു ഫംഗിസൈഡ് ഫോർമുലേഷനോ ഒന്നുമല്ല ബോഡോ മിക്സ്ചർ. ഇറ്റ് ഇസ് ആൻ ആക്സിഡന്റൽ ഇൻവെൻഷൻ. ഓക്കെ. സോ ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ ഇൻവെൻഷൻ. നമ്മൾ ബോഡോ മിക്സ്ചർ പഠിക്കുമ്പോൾ തന്നെ അസോസിയേറ്റ് ചെയ്ത് കൂടെ പഠിക്കുന്നതാണ് ഡൗണി മിൽഡ്യൂ ഇൻ ഗ്രേപ്സ് അല്ലെ. പ്ലാസ്മോപാരാവിറ്റിക്കോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡൗണി മിൽഡ്യൂ ഇൻ ഗ്രേപ്സിനും അസോസിയേറ്റഡ് ആയിട്ടാണ് ബോഡോ മിക്സ്ചറിന്റെ ഇൻവെൻഷൻ നടന്നത്. ഇൻ 19th century ഇത് സംഭവിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മുടെ Miladit വാസ് അറ്റ് ഫ്രാൻസ്. ഓക്കെ. അദ്ദേഹം ഫ്രാൻസിലെ ഒരു പ്രൊഫസർ ആയിരുന്നു. അപ്പോ അദ്ദേഹം നോട്ട് ചെയ്തപ്പോ അവിടെയുള്ള ഒരു ഗ്രേപ്സിന്റെ ഒരു ഗ്രേപ്സിന്റെ ഒരു ഓർച്ചാർഡിൽ പോയപ്പോ അവിടെ നല്ല രീതിയിൽ ഡൗണി മിൽഡ്യൂ ഇൻഫെസ്റ്റേഷൻ വന്നു. അന്ന് ഡൗണി മിൽഡ്യൂ ആ ഒരു രീതിയിലൊന്നും അറിയാറായിട്ടില്ല. പക്ഷെ ലീഫിന്റെ അണ്ടറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൂപ്പൽ അല്ലെ, നിങ്ങൾക്ക് അറിയാം വാട്ട് ഇസ് എ ഡൗണി മിൽഡ്യൂ. അപ്പൊ അത് വന്നിട്ട് നല്ല രീതിയിൽ ഈൽഡ് റിഡക്ഷൻ സംഭവിക്കുന്നു. പക്ഷെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർച്ചാർഡ് ഏരിയ ആണെങ്കിലും പുള്ളി നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല്, റോഡ് സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ഗ്രേപ്സില് കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നില്ല. ഓക്കെ. കമ്പയർ ടു അതർ പാർട്സ് റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്നതിൽ വലിയ ഇൻഫെക്ഷൻ വരുന്നില്ല. അപ്പൊ പുള്ളി നോട്ടീസ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, എല്ലായിടത്തും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഇവിടെ കുറവായതിന്റെ കാര്യം ആ സൈഡിൽ, അതായത് റോഡ് സൈഡിൽ ചേർന്ന് നിൽക്കുന്ന മുന്തിരി പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഗ്രേപ്സിന്റെ പ്ലാന്റ്സില്, അവിടുത്തെ വർക്കേഴ്സ് എന്താ ചെയ്തെന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റിന്റെയും ലൈമിന്റെയും കൂടെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. അവരടിച്ചത് അത് ഫംഗിസൈഡ് ആയിട്ടല്ല അടിച്ചത്. അതായത് റോഡിന്റെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർ ഈ കാഴ്ച നിൽക്കുന്ന മുന്തിരി കാര്യമായിട്ട് പറിച്ച് കഴിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം പാസഞ്ചേഴ്സ് ഇതിനെ കൂടുതൽ പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ എന്തോ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു കോട്ടിങ് വരുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി നമ്മൾ അത് പറിക്കാൻ ശ്രമിക്കില്ലല്ലോ.
ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റിൽ അവർ ചെയ്തൊരു കാര്യമാണ്, ആൾക്കാർ പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത. പക്ഷെ പുള്ളി നോട്ടീസ് ചെയ്തപ്പോഴത്തേക്കും ശ്രദ്ധിച്ചൊരു കാര്യം, അങ്ങനെ ചെയ്തിട്ടുള്ള പ്ലാന്റ്സിൽ ഡൗൺ ഇമ്മ്യൂണിറ്റിയുടെ ഇൻഫെസ്റ്റേഷൻ വളരെ കുറവാണ്. അപ്പം പുള്ളി അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പഠിച്ചു. സോ അങ്ങനെ അതിൽ ഫെർദർ സ്റ്റഡീസ് നടന്നിട്ടാണ് ബോഡോ മിക്സ്ചർ എന്നുള്ള ലെവലിലോട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ബോഡോ മിക്സ്ചറിന്റെ ഇൻവെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. ദെൻ അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ബോഡോ മിക്സ്ചർ. ബോഡോ മിക്സ്ചർ സിംപ്ലി കോപ്പർ സൾഫേറ്റ് പ്ലസ് ലൈം പ്ലസ് വാട്ടർ അല്ലെ. നമ്മള് പത്തോളജി പഠിക്കുമ്പോൾ തൊട്ടേ പഠിക്കുന്ന സാധനമാണ് ബോഡോ മിക്സ്ചറിന്റെ കോമ്പിനേഷൻ. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സസിലൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, എത്രയാണ് നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത്? 1% ആണ് കോൺസെൻട്രേഷൻ. 1% എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈൻഡിൽ വെക്കുക, റേഷ്യോ ഈസ് 1:1:100. ബോഡോ മിക്സ്ചറിന്റെ റേഷ്യോ എപ്പോഴും 1:1:100 ആണ്. ഓക്കെ, സോ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ബോഡോ മിക്സ്ചർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും. മേ ബി അവരൊരു ഫൈനൽ വോളിയം എത്രയെങ്കിലും തന്നിട്ട് അതിലത്തേക്ക് എത്ര കോപ്പർ സൾഫേറ്റ് എത്ര ലൈൻ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇനി എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ബേസിക്കലി ഈ റേഷ്യോ മൈൻഡിൽ വെക്കുക, 1:1:100 റേഷ്യോ മൈൻഡിൽ വെച്ച് നിങ്ങൾക്ക് ഏത് ലെവലിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഈ റേഷ്യോ എപ്പോഴും മാറാതെ മൈൻഡിൽ വെക്കുക, 1:1:100, ദാറ്റ് ഇസ് 1%. ക്ലിയർ ആണേ? അപ്പൊ ഞാൻ പറഞ്ഞു 1% ബോഡോ മിക്സ്ചർ ആണ് നിങ്ങൾ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാ ക്രോപ്പിന്റെ മാനേജ്മെന്റിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക അല്ലെ. പക്ഷേ എക്സെപ്ഷൻസ് ആർ ദയർ. ആ എക്സെപ്ഷൻ ഒന്ന് നോട്ട് ചെയ്യാം. നമ്മള് 1%-ന് പകരം 0.4 to 0.5%, അതായത് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ജനറൽ കോൺസെൻട്രേഷൻ അല്ലേ. 0.4 to 0.5% lower concentration of bodo mixture is recommending to apply on copper sensitive crops. Okay, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക, കോപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഉണ്ട്. അതാരൊക്കെയാ? ബെറ്റൽ വൈനും കോഫിയാണ് ജനറലി കോപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രോപ്പ്. അപ്പൊ നിങ്ങൾ കോഫിയുടെ മാനേജ്മെന്റിലൊക്കെ, കോഫിന്റെ ഡിസീസസിന്റെ മാനേജ്മെന്റിലൊക്കെ നിങ്ങൾ പഠിച്ചപ്പോ അറിയില്ല എത്ര പേര് നോട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. അവിടെ നമ്മൾ ബോഡോ മിക്സ്ചറിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ 1% അല്ല റെക്കമെൻഡേഷൻ കൊടുക്കാറ്, 0.4 to 0.5% കൊടുക്കുക. വൈ? കോഫിയും ബെറ്റൽ വൈനും കോപ്പർ സെൻസിറ്റീവ് ക്രോപ്സ് ആണ്. അപ്പൊ കോപ്പർ സെൻസിറ്റീവ് ക്രോപ്സിൽ ബോഡോ കൊടുക്കും, കുറച്ചേ കൊടുക്കുള്ളൂ എന്ന് ആലോചിക്കാം. ക്ലിയർ? ഇനി അതുപോലെ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, കോപ്പർ ഷൈ പ്ലാന്റ്സ് ഉണ്ട്. അത് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കോപ്പർ ഷൈ പ്ലാന്റ്സ്, കോപ്പർ തീരെ പറ്റാത്തത്, കോപ്പർ അയോൺസ് അവരുടെ മെറ്റബോളിസത്തിൽ ഫുള്ളി ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അത് ആരൊക്കെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. കുക്കുർബിറ്റ്സ്, പാഡി നമ്മുടെ റൈസ്, ദെൻ ഓയിൽ പാം. ജനറലി നമ്മൾ ഇമ്പോർട്ടൻസിൽ പറയുന്നത് ഈ 3 പേരെയാണ്. ഓക്കെ, അപ്പൊ കോപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രോപ്സുകളെ പറ്റി ആലോചിക്കുക, കോപ്പർ ഷൈനസ് ഉള്ള ക്രോപ്പുകൾ ആലോചിക്കുക. കുക്കുർബിറ്റിലും റൈസിലും ഓയിൽ പാമിലും ഒന്നും നമ്മൾ കോപ്പർ ഫംഗിസൈഡ്സിനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ക്ലിയർ? അപ്പൊ കോപ്പർ സെൻസിറ്റീവില് നമ്മൾ ഹാഫ് ഓഫ് ദ നോർമൽ റെക്കമെൻഡേഷൻ ഓഫ് ബോഡോ മിക്സ്ചറേ കൊടുക്കുള്ളൂ. കോപ്പർ ഷൈനസ് ഉള്ള പ്ലാന്റിൽ നമ്മൾ കോപ്പറിന്റെ ഒരുവിധമുള്ള ഒരു ഫോർമുലേഷൻസും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി ബോഡോ മിക്സ്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ബോഡോ മിക്സ്ചറിന് ഞാൻ പറഞ്ഞു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ക്രോപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് മോസ്റ്റ് ഓഫ് ദ അതർ പെസ്റ്റിസൈഡ്സ്. നമ്മൾ കോമ്പിനേഷൻ ആയിട്ടൊക്കെ പല ഫംഗിസൈഡ്സ് ഫോർമുലേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അല്ലെങ്കിൽ തന്നെ കുറച്ചും കൂടി കോമ്പാറ്റബിൾ ആയിട്ടുള്ള പല പല ഫോർമുലേഷൻസും ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു പണ്ടത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്തതാണ്, നമ്മൾ ഫീൽഡിൽ നമ്മളായിട്ട് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ അതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? മോസ്റ്റ് ഓഫ് ദ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ പെസ്റ്റിസൈഡ്സുമായിട്ടും കോമ്പാറ്റബിൾ അല്ല. ഓക്കെ, അപ്പൊ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നതുപോലെ തന്നെ ഒരു അതർ സൈഡ് ആണ് ഇറ്റ് ഇസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് മോസ്റ്റ് ഓഫ് ദ പെസ്റ്റിസൈഡ്സ്. അപ്പം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, അത് ഓർത്ത് വെക്കാം. ഇനി ബോഡോ മിക്സ്ചറിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. POP-യിൽ നല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 1% ബോഡോ മിക്സ്ചർ 1:1:100 അല്ലെ, 1:1:100. അപ്പൊ അത് 1 ലിറ്ററിലത്തേക്ക് എത്ര ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം 1 ലിറ്ററിലത്തേക്ക് എത്രയൊക്കെ സാധനങ്ങൾ കൊടുത്താൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എത്ര ലിറ്ററിൽ ഫൈനൽ സ്പ്രേ സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ റേഷ്യോ കൂടെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പം ജനറലി പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്താണെന്ന് നിങ്ങൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പറയുകയാണ്, നമ്മൾ എന്താ
കോപ്പർ സൾഫേറ്റ് തുരിച്ച് അല്ലെ 10 ഗ്രാം കോപ്പർ സൾഫേറ്റ് നമ്മൾ 1 ലിറ്റർ ആണെങ്കിൽ നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു പകുതി വെക്കുക വെള്ളത്തിന്. ആദ്യത്തെ 500 ml കോപ്പർ സൾഫേറ്റ് 10 ഗ്രാമിന് വെയിറ്റ് ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ്ലി കലക്കി വെക്കുക. പിന്നത്തെ ബാക്കി 500 ml നമ്മുടെ ലൈം, ക്വിക്ക് ലൈം, നല്ല ക്വാളിറ്റിയുള്ള ലൈം എടുത്തുകൊണ്ട് വന്നിട്ട് 10 ഗ്രാം കാൽഷ്യം കാർബണേറ്റിന് നമ്മൾ അതിൽ മിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ എക്സാമിന് വന്നില്ലെങ്കിൽ പോലും നിങ്ങളൊരു വൈവിക്ക് കയറിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മേ ബി ഒരു ഇന്റർവ്യൂവിനൊക്കെ കയറുമ്പോൾ ബേസിക് ആയിട്ട് നോളജ് അറിയാൻ വേണ്ടി അവർ ടെസ്റ്റ് ചെയ്ത് തോന്നും ചിലപ്പോ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ബോർഡ് ഓഫ് മിഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൊല്യൂഷൻസ് ഒഴിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അതിന് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മള് ഈ പറഞ്ഞ നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെയും ലൈമിന്റെ മിൽക്ക് ഓഫ് ലൈമിനെയും നമ്മൾ ഒരേ സമയം വേറൊരു വെസലിലോട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യാം. അതാണ് ഈ പിക്ചർ. 2 സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ സൊല്യൂഷനെയും വേറെ ഒരു തേർഡ് വെസലിലോട്ട് ഒന്നിച്ചൊഴിച്ച് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യാം. അതും പ്രോപ്പർ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ക് ഇൻ ടു ദി പേപ്പർ. അതാണ് കോഡ് കേട്ടോ. ഇങ്ക് ഇൻ ടു ദി പേപ്പർ. നമ്മൾ വെള്ള പേപ്പറിലോട്ടല്ലേ എഴുതുന്നേ, മഷി കൊടുക്കുന്നേ അല്ലെ? അപ്പൊ ആ ഒരു ചിന്തയിൽ വെക്കുക. എപ്പോഴും കോപ്പർ സൾഫേറ്റിനാണല്ലോ കളർ ഉള്ളത്. കോപ്പർ സൾഫേറ്റിനാണ് ഇവിടെ ഇങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കോപ്പർ സൾഫേറ്റിനെ നമ്മൾ മിൽക്ക് ഓഫ് ലൈമിലേക്ക് ഒഴിക്കുക. കണ്ടോ ഈ പിക്ചറിൽ ചെയ്യുന്നത് കണ്ടോ? അപ്പോ ഇങ്ക് ടു ദ പേപ്പർ ആണ് കോഡ് എന്ന് ആലോചിക്കുക. കോപ്പർ സൾഫേറ്റിന്റെ ലൈനിനെ മാത്രമേ നമ്മൾ മിൽക്ക് ഓഫ് ലൈമിലോട്ട് ഒഴിക്കുള്ളൂ. തിരിച്ചൊഴിക്കില്ല. ഓക്കെ, തിരിച്ചൊഴിച്ചാൽ അത് കോപ്പർ അയോൺസ് കൂടുതൽ ഉണ്ടാവാനും പ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ്ങിനൊന്നും നടക്കില്ല. ഓക്കെ, ഒന്നുകിൽ 2 എണ്ണം കൂടി സൈമൾട്ടേനിയസ്ലി ആയിട്ട് തേർഡ് വെസലിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഇങ്ക് ഇൻ ടു ദ പേപ്പർ കോപ്പർ സൾഫേറ്റിനെ മിൽക്ക് ഓഫ് ലൈമിലോട്ട് ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 1% ബോർഡോ മിക്സ്ചർ എത്ര ഫൈനൽ വോളിയം 1 ലിറ്റർ കിട്ടുന്നത്. റേഷ്യോ എന്താ? 1:1:100. ക്ലിയർ ആണേ? ഇതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, ഇങ്ക് ടു ദ പേപ്പർ, അതുപോലെ റേഷ്യോ. അപ്പൊ 1 ലിറ്റർ സ്പ്രേ സൊല്യൂഷൻ ഉണ്ടായി. ഇനി 100 ലിറ്റർ സ്പ്രേ സൊല്യൂഷൻ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? POP 100 ലിറ്ററിന്റെ രീതിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 ലിറ്റർ ആകുമ്പോൾ റേഷ്യോ സെയിം ആണ്. അപ്പൊ എന്താ എടുക്കുന്ന സാധനത്തിന്റെ അളവ് അതനുസരിച്ച് മാറ്റിയാൽ മതി. നിങ്ങൾ നേരത്തെ നമ്മൾ 10 ഗ്രാം 500 ml എടുത്തെങ്കിൽ ഇവിടെ മുഴുവൻ 100 ആണ് ഉണ്ടാക്കണേ. നമ്മൾ അതിനെ പകുതിയാക്കും. 50 ആദ്യം 1 കിലോ കോപ്പർ സൾഫേറ്റിനെ കലക്കി വെക്കും. അടുത്ത 50 ലിറ്റർ വാട്ടറിലേക്ക് അടുത്ത 1 കിലോ ലൈം എടുത്ത് കലക്കി വെക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ നേരത്തെ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ച് പ്രോപ്പർലി മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? 100 ലിറ്റർ ബോർഡോ മിക്സ്ചർ കിട്ടും. ക്ലിയർ ആണ്? പ്രിപ്പറേഷനിൽ തെറ്റ് വരാതിരിക്കുക, റേഷ്യോ പ്രോപ്പർ ആവുക. ഇതനുസരിച്ച് സ്പ്രേ സൊല്യൂഷൻ എത്ര വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ബോർഡോ മിക്സ്ചറിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി ഇത്ര കാര്യമേ നമ്മുടെ POP പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളും കൂടി അഡീഷണലി ബോർഡോ മിക്സ്ചറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പൊ ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ ഒന്ന് നോക്കാം. നമ്മൾ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റും ലൈമും വാട്ടറും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ്, ലൈം, വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ Cu2+ അയോൺസ് അല്ലെ? ഇവിടത്തെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫംഗിസൈഡൽ എഫക്ട് കൊണ്ടുവരുന്ന ആളെന്ന് പറയുന്നത് കോപ്പർ അയോൺസ് ആണ്. Cu2+ അയോൺസ് ആണ് ഇവിടെ ശരിക്കും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആള്. സോ Cu2+ അയോൺസ് ആണ്. ഈ Cu2+ അയോൺസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഫംഗിസൈഡ് ആണ് ഞാൻ പറഞ്ഞു അല്ലെ? സോ ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് പോയിട്ട് ഫംഗസിന്റെ സ്പോറിനെ ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് സ്പോറിന് ജെർമിനേറ്റ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള കുറച്ച് എൻസൈംസുകളൊക്കെ വേണ്ടേ? ഫംഗസിന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ അവരുടെ കാര്യങ്ങളും നടന്നു പോകത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ഫംഗസിന്റെ സ്പോർ ജെർമിനേറ്റ് ചെയ്യാനുള്ള എൻസൈംസിന് ഇവർ ആക്ടിവേറ്റ് ചെയ്യും ഈ കോപ്പർ അയോൺസ് പോയിട്ട്. അപ്പൊ എന്താ? സോ ജനറലി ഇറ്റ് ഈസ് പ്രിവെന്റിങ് ദ സ്പോർ ജെർമിനേഷൻ. അപ്പം ബേസിക്കലി ബോർഡോ മിക്സ്ചറിന്റെ മാത്രം കാര്യമല്ല ഈ പറയുന്നത്. കോപ്പർ ഫംഗിസൈഡ്സ് വരുമ്പോൾ ഉള്ള ജനറലി ഉള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ബോർഡോ മിക്സ്ചറിന്റെ പ്രിൻസിപ്പിൾ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാല് Cu2+ അയോൺസ് ആണ്. ഇവർ ചെയ്യുന്ന കാര്യം ദാറ്റ് വിൽ പ്രിവെന്റ് ദ സ്പോർ ജെർമിനേഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ Cu2+ ആണ് നമുക്ക് വേണ്ട ആള്. പക്ഷെ അത് വേണ്ട അളവിൽ മാത്രമേ പാടുള്ളൂ. എക്സസ് ആയിട്ട് കോപ്പർ അയോൺസ് വന്നാൽ അത് പ്ലാന്റ്സിന് ഫൈറ്റോടോക്സിസിറ്റി ഉണ്ടാക്കും.
ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബോഡോ മിക്സ്ചർ പ്രിപ്പറേറ്ററി ഫംഗിസൈഡ് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ജനറലി ഫീൽഡിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം, അതായത് ഡീമെറിറ്റ് ഓഫ് ബോഡോ മിക്സ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. എക്സസ് ആയിട്ട് കോപ്പർ അയോൺസ് വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ എക്സസ് ആയിട്ട് കോപ്പർ അയോൺ വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ ടോക്സിസിറ്റി ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എടുത്ത് ചെടിയിൽ അപ്ലൈ ചെയ്യാൻ അല്ലെ. നമ്മൾ ഉണ്ടാക്കിയത് പക്ക സാധനമാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പം ഫ്രീ കോപ്പർ അയോൺസ്, C2+ അയോൺസ് ആവശ്യമുള്ളത് മതി. കൂടുതൽ എക്സസ് ആയിട്ടുള്ള ഫ്രീ കോപ്പർ വന്നാൽ ആ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഫ്രീ കോപ്പർ അയോൺസ് എക്സസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന 2 രീതി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ജനറലി പഠിച്ചിട്ടുള്ള സാധനം എന്താ, കത്തിയിട്ട് നോക്കുക എന്നുള്ളതാണ് അല്ലെ. കത്തിയിട്ട് നോക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ജനറലി പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. ഒരെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ട്, ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ കത്തിയിടുന്ന എന്താ, ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു നൈഫ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബോഡോ മിക്സ്ചർ സൊല്യൂഷനിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, റെഡിഷ് കളർ ആയിട്ട് നൈഫ് മാറുകയാണെങ്കിൽ ആ റെഡിഷ് കളർ എന്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്നത്, എക്സസ് ആയിട്ടുള്ള ഫ്രീ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ആ റെഡിഷ് കളർ നമ്മുടെ നൈഫിന് വരുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. സോ ഇവിടെ ഫ്രീ കോപ്പർ കൂടുതലാണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ റേഷ്യോ അതിനനുസരിച്ച് നമ്മൾ ലൈം ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഫ്രീ കോപ്പർ വന്നാൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ലൈമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ലൈം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിങ്ങനെ നോക്കും. വീണ്ടും എന്താ, നൈഫ് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. വീണ്ടും ഇടുന്ന അനുസരിച്ച് നമുക്ക് ഈ റെഡ് സ്റ്റെയിനിങ് വരാത്തൊരു സ്റ്റേജ് വരെ നമ്മൾ ലൈം ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യും. സോ അതാണ് നൈഫ് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന രീതി. രണ്ടാമത് ഒരു കെമിക്കൽ ടെസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് ലാബിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. പൊട്ടാസ്യം ഫെറോസൈനൈഡ് ടെസ്റ്റ് എന്ന് പറയും. ഒന്ന് നോട്ട് ചെയ്യുക, പൊട്ടാസ്യം ഫെറോസൈനൈഡ് ടെസ്റ്റ്. പൊട്ടാസ്യം ഫെറോസൈനൈഡ് എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോഡോ മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക, ഫ്രഷ്ലി പ്രിപ്പയർഡ് ബോഡോ മിക്സ്ചർ. എന്നിട്ട് അതിലേക്ക് വളരെ ഫ്യൂ ഡ്രോപ്സ് ഓഫ് പൊട്ടാസ്യം ഫെറോസൈനൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് എജിറ്റേറ്റ് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇഫ് വി ആർ ഗെറ്റിംഗ് എ റെഡിഷ് ബ്രൗൺ precipitation, റെഡിഷ് ബ്രൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, അത് വരുന്നത് എക്സസ് ആയിട്ടുള്ള ഫ്രീ കോപ്പർ വരുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവും. സോ നമ്മൾ അതനുസരിച്ചിട്ട് വീണ്ടും ലൈം ആഡ് ചെയ്ത് കൊടുത്ത് ടോക്സിറ്റി ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ടോക്സിറ്റി ടെസ്റ്റിൽ ഒന്ന് നൈഫും പിന്നെ പൊട്ടാസ്യം ഫെറോസൈനൈഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ബോഡോ മിക്സ്ചറിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇനി ബോഡോ മിക്സ്ചർ നമ്മൾ പറഞ്ഞു ഭയങ്കര വാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പണ്ട് കാലം തൊട്ടേ ഉണ്ടാക്കുന്നതായി ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഭയങ്കര വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ക്യൂറേറ്റീവ് ഫംഗിസൈഡ് ആണോ പ്രിവെന്റീവ് പ്രൊഫൈലാറ്റിക് ഫംഗിസൈഡ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ബോഡോ മിക്സ്ചർ ഇസ് ഓൾവേസ് പ്രൊഫൈലാറ്റിക്. ഓക്കെ, കോപ്പർ ഫംഗിസൈഡ്സ് കോണ്ടാക്ട് ആണ്. മെജോറിറ്റി ഓഫ് ദ കോണ്ടാക്ട് ഫംഗിസൈഡ്സിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ബോഡോ മിക്സ്ചർ എപ്പോഴും കൂടുതലായിട്ടും നമ്മൾ എപ്പോഴും എഴുതുന്ന ഇവിടെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് അല്ലെ. അങ്ങനെ നമ്മുടെ വലിയ നമ്മുടെ പ്ലാന്റേഷൻ പ്രോബ്ലം, ക്യുക്യുബിലിറ്റി ഓഫ് പെപ്പർ, ഈ പറയുന്നതിനൊക്കെ ഫൈറ്റോഫ്തോറയുടെ ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പെർട്ടിക്കുലർ ഫംഗസിന്റെ ഇൻഫെസ്റ്റേഷൻ എപ്പോഴും നമുക്ക് കൂടെ വരുന്ന ഒരു മൺസൂൺ ടൈമിൽ അല്ലെ. അപ്പൊ നമ്മൾ ബോഡോ മിക്സ്ചർ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് വന്നതിന് ശേഷമാണോ? അല്ല, നമ്മൾ അവിടെ എഴുതുമ്പോൾ പക്കായിട്ട് കൂടെ എഴുതി വെക്കുന്ന ഒരു സാധനമാണ് ഇറ്റ് ഷുഡ് ബി ഡൺ പ്രൊഫൈലാറ്റിക് എന്ന് അല്ലേ. എപ്പോഴത് ബിഫോർ ഓൺസെറ്റ് ഓഫ് മൺസൂൺ എന്ന് കൂടെ തന്നെ നമ്മൾ എഴുതി വെക്കും. അതിന്റെ അർത്ഥം എന്താ, പ്രിവെന്റീവ് ആയിട്ട് മാത്രമേ ബോഡോ മിക്സ്ചർ എഫക്റ്റീവ് ആകത്തുള്ളൂ എന്നാ. പ്രൊഫൈലാറ്റിക് ആയിട്ട് മാത്രമേ ബോഡോ മിക്സ്ചർ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എഫക്റ്റീവ് ആവത്തുള്ളൂ. സോ ബോഡോ മിക്സ്ചർ മസ്റ്റ് ബി യൂസ്ഡ് പ്രിവെന്റീവ്ലി. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കോണ്ടാക്ട് ഫംഗിസൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, കോപ്പർ ഫോർമുലേഷൻസ് അല്ലെ. അപ്പം കോണ്ടാക്ട് ആണെങ്കിൽ അത് ഡയറക്റ്റ് പോയി കോണ്ടാക്ട് ചെയ്താലേ അതിന് ആ പറയുന്ന എഫക്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അടിക്കുമ്പോൾ ഫുൾ കെനോപ്പി കവർ ചെയ്തിട്ട് തറോ ആയിട്ട് ഒരു കവറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പ്ലാന്റിനെ മുഴുവനായിട്ട് ബോഡോ മിക്സ്ചറിൽ കുളിപ്പിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡോ മിക്സ്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താന്ന് വെച്ചാൽ വുഡൺ ആയിട്ടുള്ളതോ എർത്തൺ ആയിട്ടുള്ളതോ കോപ്പർ ആയിട്ടുള്ളതോ ഉള്ള മഗ്ഗിലും പോട്ടിലോ വെസൽസിലും മാത്രമേ നമ്മൾ ബോഡോ മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി കൊറോഡിങ് ആണ്. ഈ പറയുന്ന ഫ്രീ കോപ്പർ അയോൺസും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വെസലിന്റെ മെറ്റീരിയലിനെ ഇത് കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഈ പറയുന്ന വുഡൺ എർത്തൺ അല്ലെങ്കിൽ കോപ്പർ വെസൽസിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ്സിലോ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പം മെറ്റാലിക് ആയിട്ടുള്ള
എന്താ വെസൽസും കണ്ടെയ്നേഴ്സും ഒഴിവാക്കുക എന്നുള്ളതാണ് ജനറലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡോ മിക്സ്ചർ നമ്മൾ ഫീൽഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് അധിക കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ നാളത്തേക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ല, നമ്മൾ എപ്പോഴും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ദിവസം, ഒരു 1.5 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, വലിയ കുഴപ്പമില്ല. അതിന് കൂടുതൽ നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറയാറില്ല. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. പക്ഷെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരിയും കൂടെ ദിവസം തള്ളി പോകാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് 1 ml per ലിറ്റർ എന്നുള്ള രീതിയിൽ ജാഗരി, നമ്മുടെ ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ജാഗരി ഒന്ന് ആഡ് ചെയ്താൽ ഒരു ഇച്ചിരിയും കൂടി ഷെൽഫ് ലൈഫ് കൂടുമെന്ന് ആലോചിക്കാം. ബോഡോ മിക്സ്ചറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബോഡോ മിക്സ്ചറിന്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാല്, നമ്മൾ ജനറലി ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ, നമ്മൾ ഡയറക്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന ഫോർമുലേഷൻസിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് മാത്രമാണോ ഉള്ളത്? അല്ല, ഇനേർട്ട് മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റിക്നേഴ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ പറയുന്ന പല പല സാധനങ്ങളും അതിൻ്റെ അകത്ത് വരും. അപ്പം സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങൾ ഓൾറെഡി ചേർത്ത് ഫോർമുലേഷൻസാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഫീൽഡിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ, ഒരു ജനറലി ബോഡോ മിക്സ്ചറിന് ഒരു സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ മഴ അടുപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വാഷ് ഓഫ് ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. കോണ്ടാക്ട് ഫംഗിസൈഡ്, അപ്പൊ വാഷ് ഓഫ് ചെയ്തു പോയാൽ പിന്നെ അതിന്റെ ഉപയോഗമേ ഇല്ല. അപ്പൊ സ്റ്റിക്കിംഗ് ക്വാളിറ്റി ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് POPയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, റോസിൻ വാഷിംഗ് സോഡ ബോഡോ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുന്ന പ്രിപ്പറേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ POPയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റോസിൻ വാഷിംഗ് സോഡ മിക്സ്ചർ പ്രിപ്പയർ ചെയ്ത് ബോഡോ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്താൽ അതിന്റെ സ്റ്റിക്കിംഗ് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സ്റ്റിക്കിംഗ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതായത് നമ്മൾ ഒരു 100 ലിറ്റർ ഓഫ് ബോഡോ മിക്സ്ചറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലത്തേക്ക് നമ്മൾ ഒരു 10 ലിറ്റർ അതിൽ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, 10 ലിറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ച 100 ലിറ്ററിന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ, ഉണ്ടാക്കി വെച്ചതിലല്ല, 10 ലിറ്റർ ഉണ്ടാക്കാൻ പോകുന്ന വാട്ടർ, 100 ലിറ്റർ വാട്ടർ എടുത്തതിന് 10 ലിറ്റർ വാട്ടർ നമ്മൾ പ്രത്യേകം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു എർത്തൺ ബോട്ടിൽ തന്നെ എടുക്കും. എർത്തൺ ബോട്ടിൽ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റി വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ്, നമ്മുടെ വാഷിംഗ് സോഡ മേടിച്ചിട്ട് ഒരു 1/2 കിലോ വാഷിംഗ് സോഡ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. 10 ലിറ്റർ വാട്ടറിലോട്ട് 1/2 കിലോ വാഷിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിന്റെ കളർ സ്ലൈറ്റ്ലി ഒന്ന് ഡാർക്കൻ ആവുന്ന വരെ നമ്മൾ അതിനെ ബോയിൽ ചെയ്യും. ഓക്കെ, ഈ ബോയിൽ ചെയ്ത് കിട്ടിയ സാധനത്തിലോട്ട് നമ്മള് എന്താ, 1 കിലോഗ്രാം റോസിൻ, നന്നായിട്ട് പൗഡർ ആയിട്ടുള്ള റോസിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ മേടിക്കാൻ കിട്ടും. സോ അത് മേടിച്ച് നന്നായി പൗഡർ ആക്കിയിട്ട് ഈ പറയുന്നതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇപ്പം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ആഡ് ചെയ്ത് അജിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ ഒരു ഒരു ഫ്രോത്തിങ് പോലെയൊക്കെ ഒന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ അത് സ്പിൽ ഓഫ് ചെയ്ത് ഫ്രോത്ത് ചെയ്തൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊരു 5 to 10 മിനിറ്റ്സ് വരെ ഇതിനൊന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ബ്ലാക്ക് ബബിൾസ് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ബോയിലിംഗ് നിർത്തും. എന്നിട്ട് ഇതിനെ ഈ പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് നമ്മൾ കൂൾ ഡൗൺ ചെയ്യും. ആ ഒരു 45 ഡിഗ്രി സെൽഷ്യസ്, അത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിന് ഒരു പകുതി നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കണക്ക് ടെമ്പറേച്ചർ ആവുന്ന വരെ നമ്മളൊന്ന് അതിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് പിന്നെ ഈ സാധനത്തിന് എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് 90 ലിറ്റർ ബോഡോ മിക്സ്ചർ സെപ്പറേറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. സോ അതിലത്തേക്ക് സ്ലോ ആയിട്ട് ഇതിനെ നല്ല മിക്സിങ്ങോടുകൂടി ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് റോസിൻ വാഷിംഗ് സോഡ ബോഡോ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്കിംഗ് ക്വാളിറ്റി കൂട്ടുന്നത്. ഇത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതിന്റെ പ്രിപ്പറേഷൻ POPയിൽ കാര്യമായി കൊടുത്തിട്ടുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ എന്തും അവർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം അത്രയാണ് ബോഡോ മിക്സ്ചറിനെ പറ്റി പറയാനുള്ളത്. 1% ബോഡോ മിക്സ്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്ത പോയിന്റ്സ് പറഞ്ഞിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി ബോഡോ മിക്സ്ചർ തന്നെയാണ് ഒരിത്തിരി തിക്കായാൽ അത് പേസ്റ്റ് ആവുന്ന ആലോചിക്കുക കേട്ടോ. അപ്പം റേഷ്യോയിൽ ഒരു ഇത്തിരി കുറവ് വരും എന്ന് ആലോചിക്കാം. എന്ത് കുറയും? പേസ്റ്റ് ആവുമ്പം എന്ത് കുറയും? വെള്ളം കുറയും അല്ലെ. വെള്ളം കുറയുമ്പോഴല്ലേ അത് കുറച്ചും കൂടി കൺസിസ്റ്റൻസി കൂടുക. യെസ്, അപ്പൊ ബോഡോ പേസ്റ്റ് 10% ആണ്. ബോഡോ മിക്സ്ചർ 1% ആണ്, ബോഡോ പേസ്റ്റ് 10% ആണ്. മറ്റത് നമ്മൾ ജനറലി ഇങ്ങനെ ഒരു സ്പ്രേയിങ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആയിട്ട് കുറച്ചും കൂടി ഡൈല്യൂട്ടഡ് ആകുമ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റും അല്ലെ, തളിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. പക്ഷെ പേസ്റ്റ് ആവുമ്പോൾ എന്താ, ദിസ് ഇസ് ബേസിക്കലി എ വൂണ്ട് ഡ്രസ്സിംഗ് ഫംഗിസൈഡ്. നമ്മൾ ഇങ്ങനെ തേച്ചു കൊടുക്കുന്ന, അതായത് വൂണ്ടിന്റെ പുറത്ത് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ തേച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ബോഡോ പേസ്റ്റിന് യൂസ് ചെയ്യുന്നത്. റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്, 1:1:10 ആണ്.
ഓക്കെ, 1:1:10 ആണെന്ന് ഓർമ്മിക്കുക. അപ്പോ മറ്റേത് ഏതായിരുന്നു? 1:1:100. 1:1:100 എപ്പോഴും ബോഡോ മിക്സ്ചറും 1:1:10 ബോഡോ പേസ്റ്റും ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പം വേറെ ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ബോഡോ മിക്സ്ചർ ഉണ്ടാക്കുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. വാട്ടർ കുറയ്ക്കുമ്പോൾ അത് ബോഡോ പേസ്റ്റ് ആവും. അപ്പം 100 ഗ്രാം കോപ്പർ സൾഫേറ്റും 100 ഗ്രാം ക്വിക്ക് ലൈമും കൂടെ എടുത്തിട്ട് നമ്മൾ 500 ml സെപ്പറേറ്റ് ആക്കി നമുക്ക് 1 ലിറ്റർ പേസ്റ്റ് കിട്ടും. നമ്മൾ മറ്റേതിൽ എന്താ ചെയ്യുന്നത്? 1 ലിറ്റർ ബോഡോ മിക്സ്ചർ ഉണ്ടാക്കാൻ നമ്മൾ 10 ഗ്രാം കോപ്പർ സൾഫേറ്റ് 10 ഗ്രാം ക്വിക്ക് ലൈമും 500 സെപ്പറേറ്റ് കലക്കിയിട്ട് ചെയ്യുന്നത്. ഇവിടെ 1 ലിറ്റർ പേസ്റ്റ് കിട്ടാൻ സാധനം കൂട്ടിയെടുക്കും. എന്താ? 100 ഗ്രാം കോപ്പർ സൾഫേറ്റ് 100 ഗ്രാം ക്വിക്ക് ലൈമും പ്രത്യേകം കലക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ വൂൺ ഡ്രസ്സിംഗ് ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി പ്ലാന്റേഷൻ ക്രോപ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യുകയോ അല്ലെങ്കിൽ ലോപ്പ് ചെയ്ത് കളയുന്ന ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെസ്റ്റേഷൻ തടിയിലോ സ്റ്റെമ്മിലോ ഒക്കെ കാണുമെങ്കിൽ നമ്മൾ ആ ഡീക്കേഡ് മെറ്റീരിയൽസ് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ അവിടെ തേച്ച് കൊടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ടും ഇനി ഫർദർ ആയിട്ട് പുറത്തുനിന്ന് ഒരു ഇൻഫെസ്റ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തേച്ച് കൊടുക്കുന്നതാണ് ബോഡോ പേസ്റ്റ്. ക്ലിയർ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അപ്പൻഡിക്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ കാണാം.